അപ്പോൾ അതാണ് കമ്മലൊക്കെ അതൊക്കെ ഈ കമ്മൽ വീഡിയോ ഉണ്ടാക്കാൻ അയച്ചിട്ട് റിഫ്ലിൻ്റെ വയറൊന്നും അറിയാതെ നമ്മൾ വീഡിയോ ഉണ്ടാക്കൂല. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ബിലേറ്റഡ് ഈദ് മുബാറക്. അപ്പോൾ ഈദിൻ്റെ അന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കുറേ കാലത്തിന് ശേഷം ഈദ് എന്ന് ഫീലായൊരു ഈദ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഈദിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈദിന് ഗേൾസിന് മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മെഹന്തി ഇടൽ ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ മൈലാഞ്ചിയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അനിയത്തിയൊക്കെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടെടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ നടുക്കൽ അനിയത്തിക്ക് അവളെ 2 കൈയും ഫുള്ളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര വലിയ പ്രോ ഒന്നും അല്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയണ പോലെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈനാണ് കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. മറ്റാക്കൊക്കെ ഇട്ട് ഞാനും ഒക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ രാവിലെയാണ് നമ്മൾ എണീറ്റത് ഗൈസ്. നമ്മൾ രാവിലെ തന്നെ എണീച്ച് നമ്മളെ സൗന്ദര്യം അങ്ങോട്ട് ഉള്ളോട്ട് എടുക്കണം എന്നാണല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം എൻ്റെ സൗന്ദര്യം കാണിച്ച് നിന്ന്. പിന്നെ പ്രത്യേകിച്ച് ആയിട്ടൊരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഗ്ലോ ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഉപ്പ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പള്ളിക്ക് പോയിട്ടില്ല. ചില സമയം അങ്ങനെ പോവും. ആൻഡ് ഞാനങ്ങനെ ഒന്നും നിന്നിട്ടില്ല രാവിലെ തന്നെ. കാരണം നമ്മൾ ഗേൾസ് അങ്ങനെയാണ് കേട്ടോ. ഉമ്മാരൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ചായക്കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ ചായ കുടിച്ചതൊക്കെ ഇതാക്കി. പിന്നെ മറ്റേ ഉച്ചക്കൊക്കെയുള്ള ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം ഞാൻ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ ഒരുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇതാണ് ഓളെ പെരുന്നാൾ ഡ്രസ്സ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കണ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഉപ്പാൻ്റെ ഷർട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ലൂസാണ് സാധനം. അപ്പോൾ ഇതെനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അത് ഇട്ടുകൊണ്ടാണ് ഞാൻ അങ്ങ് നടക്കുന്നുണ്ട്. പിന്നെ അനിയത്തിൻ്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുക്കാനും. അപ്പോൾ അപ്പുറത്തെ മറ്റാളിങ്ങനെ ചൂലേറ്റ് ഇങ്ങനെ ചൂലേറ്റ് ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ നടക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പോവാറ്. ആൻഡ് മോർണിംഗിൽ തന്നെ ഇങ്ങനെ കുളിച്ച് അങ്ങനെ ഇതാക്കാൻ എനിക്ക് നേരമായിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ചെറിയ എന്നെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മച്ചൊക്കെ ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ചെയ്യൽ. ഇവിടെ പിന്നെ ഈ പെണ്ണിന് ഇല്ലാത്ത കുറുമ്പുകളില്ല ഗൈസ്. എന്തൊക്കെയാണ് നമ്മളെ പ്രഷർ അങ്ങോട്ട് ഇളകിപ്പിച്ചോള്. അങ്ങനെ ഓളെ മാറ്റി ഒരുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ബിരിയാണിക്കുള്ള സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ മുറിച്ചിക്കണ്, തക്കാളി, ചിക്കൻ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ നമ്മൾ ഈദൊക്കെയല്ലേ, അപ്പോൾ പായസമൊക്കെ വേണ്ട ഗൈസ്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് വാങ്ങിച്ചത്. നിങ്ങളെ വീട്ടിൽ എങ്ങനെ ഗൈസ്, അങ്ങനെ ഉണ്ടാക്കലാണോ അതോ ഇങ്ങനെ സാധനം വാങ്ങിക്കലാണോ? അപ്പോൾ പോപ്പിനൊക്കെ നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതുകൂടാതെ തന്നെ ഇവളെ ഗെറ്റ് റെഡി ആയിരുന്നു. ഈദ് എന്ന് പറഞ്ഞിട്ട് റബ്ബേ ഒരുങ്ങാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ആണെങ്കിൽ അടി ഉണ്ടാക്കി കണ്ട് ഓള് 15 മിനിറ്റ് ആക്കി മാറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സൈസാണ് ഇത്. അപ്പം അങ്ങനെ ഓളെ റെഡിയാക്കി. ഓളെ മുടി ഏതാണോ ഡിസൈൻ വേണ്ടത്. അപ്പോൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഓൾ അനങ്ങാതെ നിൽക്കണം. അങ്ങനെയാണ്. ഇവക്ക് പിന്നെ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ ഓൾ നിലത്തല്ല, ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. എനിക്കിഷ്ടമല്ല. ഈ തലക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഇതൊക്കെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഒന്നെങ്കിൽ ഇവൾ നുളൊളിച്ച് കണ്ട് പോവും, അല്ലെങ്കിൽ ഞാൻ നുളൊളിച്ച് കണ്ട് പോവും. അതിലേതെങ്കിലും ഒന്ന് നീക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ടിപ്പിക്കലായിട്ട് ഇങ്ങനെ മുടഞ്ഞുകാണ്ട് ഇട്ടുകാണ്ട് എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. അപ്പം ഞാൻ ആദ്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ബട്ട് അതെനിക്ക് അങ്ങനെ സെറ്റ് ആവണില്ല. അപ്പം പിന്നെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മളങ്ങോട്ട് റെഡിയാക്കി കൊടുത്തുകണു. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ, എൻ്റെ അനിയത്ത് അങ്ങനെ ഇങ്ങനെ ആക്കണ്ടേ, ഉമ്മ വിളിക്കണ്ടേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നേരക്ക് മുഖം രണ്ട് കൈ കാണിച്ചു നോക്കട്ടെ. എന്താ കുഴപ്പം? നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്.
ഇത് ഇടയ്ക്കിടയ്ക്ക് വലിച്ചൊടിച്ച് കളിച്ചിരുന്നു. അത് ഇപ്പോൾ തന്നെ പോവും. മറ്റേതിൻ്റെ ഇതില്ലേ ഇപ്പം തന്നെ പോവും. കാരണം മറ്റേ ഇപ്പം നല്ല ചുവപ്പം. പിന്നെ ഉള്ളിലിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിലിട്ടിടില്ല. ഞാൻ പോയി കുളിക്കട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം എൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടേ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മോയ്സ്ചറൈസറൊക്കെ തേക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മോയ്സ്ചറൈസർ ഗൈസ്. ഞാൻ ഇത് വെറുതെ വാങ്ങിച്ചതാണ്. ഇങ്ങനെ എഫക്റ്റീവ് ആവുമെന്നൊന്നും അറിയില്ല. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അലോവേറ ജെല്ല് വിത്ത് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ളത്, പിന്നെ നയാസിൻ അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ടാഗ് ചെയ്യാം, സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം കേട്ടോ. ബട്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്, നല്ലോണം യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ യൂസ് ആക്കുന്ന ലിപ് ബാം എന്ന് പറയുന്നത്. ഇത് എവറിഡേ എൻ്റെ ലിപ് ബാമാണ്. ജസ്റ്റ് മോയ്സ്ചറൈസിങ്ങിന് ഞാനിത് യൂസ് ആക്കുന്നു. ഇതിൽ പിഗ്മെൻറ്റേഷൻ ഇല്ല, ബട്ട് ഓവർ തേക്കുമ്പോൾ കുറച്ചുണ്ട്. പിന്നെ എന്താ പറയുക, ജ്വൽസ് ഉണ്ട്. ജ്വൽസ് പറയുമ്പോൾ മാലയുണ്ട്. മാല ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറില്ല, മാലയും കമ്മലൊന്നും. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് സെറ്റാക്കിട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ തിന്ന് ഉച്ചമയക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ സമയമെങ്കിലും ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ടുകാണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്. ഈ വെയിലത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മനസ്സേ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ. അപ്പം ഞാൻ എന്താക്കി, ഇപ്രാവശ്യം എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് നോക്കിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചു. ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് ഏറിയോ എന്നൊരു ഡൗട്ട്. പിന്നെ ആസ് യൂഷ്വൽ ബാഗി പാൻറ്റും കുപ്പായും ടോപ്പും അങ്ങനത്തെ ആ ഒരു ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇവള് ലിപ്സ്റ്റിക്കൊക്കെ ഓള് തിന്നക്കണേ, ബട്ട് എന്നാലും സ്റ്റൈലുണ്ട് കുട്ടി. അപ്പോൾ അതാണ് കമ്മലൊക്കെ ഇട്ട് എൻ്റെ കാതൊക്കെ ഞാൻ ഈ കമ്മൽ കാത് ഇങ്ങനെ ഇവിടെ ഇത് പെരുന്നാളിന് കേട്ടോ. ഇവിടെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഹലോ, അപ്പം നമ്മൾ പെരുന്നാളിന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ തിന്ന് ഉച്ചമയക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കറങ്ങാൻ. എല്ലാവരും ഉണ്ട് കഴിച്ചോടെ. അത്ര തിരക്കില്ലല്ലേ, കഴിഞ്ഞ പെരുന്നാളിൻ്റെ അത്ര ഒരു തിരക്കില്ല. മഴ ആയതുകൊണ്ടേ കാരം, അല്ലെങ്കിൽ വേറെ നല്ല നല്ല സ്ഥലത്തൊക്കെ പോയതേ കാരം. ഇങ്ങോട്ട് തന്നെ എല്ലാവരും വരൂലേ. ഇവിടുന്ന് പോവാണ്. ഇത് എവിടെന്ന് വെച്ചാൽ കോണ്ടിമെന്ററി പാർക്കോ മിലിറ്ററി പാർക്ക് എന്ന് പറയും. കോണ്ടിമെന്ററി പട്ടി മൂത്രയിച്ചു ഗൈസ്. മനുഷ്യന്മാരല്ലേ, അല്ല പട്ടികളല്ലേ. നമ്മളിനി വേറെ പോവാണ് ഗൈസ്. അമ്പലത്തേക്ക് പോവാണ് ഗൈസ്. കുറേ പോണ്ടേ? കുറേ അല്ല, കുറച്ച് പോകണം. കുറച്ച് വരുമ്പോൾ വണ്ടി പോകാൻ കുറച്ചവിടെ അടുക്കുന്നൊരു വണ്ടി പിടിച്ചാ അവിടെ നമ്മൾ പോവാണ്.
അതിന്റെ അങ്ങോട്ട് പോകരുത് അവിടെ വെള്ളത്തിലുള്ള ആ ചോപ്പ് ഫ്ലാഗ് കൊടുക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താണ് നടന്നിട്ട് പിന്നെ ബൈക്കിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ എന്താക്കി പയ്യാമ്പലം ബീച്ചിലോട്ട് വന്നിക്കണേ കേട്ടാ. സംഭവം ഞങ്ങൾ എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു പാർക്കുണ്ട്, ഒരു മിലിറ്ററി പാർക്കാണ്, അതിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും കിട്ടൂല. അപ്പോൾ പയ്യാമ്പലം ബീച്ചിൽ അവിടെ നിന്ന് വന്നു. ആൻഡ് സ്കൈ നിങ്ങൾ കാണുന്ന നമ്മൾ ഈ മറ്റേ കാർട്ടൂണിലൊക്കെ കാണൂലേ, അതേപോലെ നമ്മൾ ചിത്രമൊക്കെ വരക്കൂലേ സീനറിയൊക്കെ ആയിട്ട്, അതേപോലെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫോണ് അത്ര അൾട്രാ പ്രോ മാക്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഈ പറ്റണത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് അവിടെ നിന്ന് നമ്മൾ എന്താക്കി ഐസ്ക്രീം വാങ്ങിച്ചു, എല്ലാവർക്കും വെനില ഐസ്ക്രീം വാങ്ങി. ഈ ലൊട്ട സാധനം എന്ത് ചെയ്തു, ഓൾ ഐസ്ക്രീം മൊത്തം നിലത്ത് കയറിയതിൽ എന്നെ പണി, അറിഞ്ഞാണ്ടല്ല വീണ് പോവുക, പിന്നെ ഓക്ക് വാങ്ങുക, അങ്ങനെ ഇതിനും ഇപ്പോൾ ഇവിടെ പണി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റോക്കറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു. പൊളി ദിവസേനും ഇവിടുന്ന് നല്ല രസമുണ്ട്, നല്ല കാറ്റും ആ ഒരു വൈബും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ആൾക്കാരായിരുന്നു, ഒരുമാതിരി ജനക്കൂട്ടങ്ങൾ കുറച്ച് കൂടിപ്പോയി. പിന്നെ പെരുന്നാളല്ലേ, നമ്മളും അതേപോലെയല്ലേ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു രാത്രി ആ ഒരു കുറച്ചൊക്കെ സമയമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ഇറങ്ങിയ ആ ഒരു സമയം എന്തായിരുന്നു, മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയതും മഴ പെയ്യലും ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് നന്നായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദെൻ ഇനി വീട്ടിലോട്ട് പോവാണ്, ഇവിടെ നമ്മൾ വീഡിയോ എൻ്റെ ആക്കാം. റിഫ്ലൻ്റെ വയറും നിറയാതെ നമ്മൾ വീഡിയോ ഉണ്ടാക്കൂല. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താക്കി ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് അവിടെ ബീച്ചിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓലൊക്കെ എന്താക്കിയെന്നാവോ, കാരണം അത്രക്കും നല്ല മഴ ഉണ്ടായിരുന്നു. ആൻഡ് സമൂസ വാങ്ങിച്ചു. സമൂസ വാസ് നോട്ട് ടേസ്റ്റി ഗൈസ്. പിന്നെ അവിടുന്ന് കാപ്പി കുടിച്ചു. ആൻഡ് അതായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു ഗൈസ്. ഹാപ്പി ആണല്ലോ, അതാണല്ലോ മെയിൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെ ഒരു മിക്കവും ഞങ്ങൾ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലൊരു സ്റ്റോപ്പിലായിരുന്നു, കടയിലായിരുന്നു ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ KSRTC ഒക്കെ കണ്ടപ്പോൾ ഇനി നമ്മളൊന്ന് വിലസല്ലോ എന്നൊക്കെ ഓർത്തുപോയി. എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ ഈദിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട ഞങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ.